നിങ്ങളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയറിനകത്ത് ഗൂഗിൾ ക്രോം കണക്ട് ആവുന്നില്ല, ഇനിഷ്യലൈസിംഗ് എന്ന് കാണിക്കുകയാണ്. അതുപോലെ തന്നെ കോൺടാക്ട് നോട്ട് ഫൗണ്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ തൽക്കാലമായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ ഒരു സൊല്യൂഷൻ ഉണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പുതിയൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ്. അതിന് നമ്മൾ ആദ്യമേ ഗൂഗിൾ ക്രോം അപ്ഡേറ്റ് ചെയ്യണം. ഗൂഗിൾ ക്രോം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ക്രോമിലേക്ക് വരിക. ഗൂഗിൾ ക്രോം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വന്നിട്ട് എബൌട്ട് ക്രോം ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഇവിടെ അപ്ഡേറ്റഡ് ആണോ നോക്കുക. 123.0.63 ആണ് ഇപ്പോൾ നിലവിലുള്ള അപ്ഡേറ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അപ്ഡേറ്റ് ആവും. റൈറ്റ് സൈഡിൽ ഇവിടെ റീലോഞ്ച് ബട്ടൺ കാണും. ആ റീലോഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള പഴയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അതിന് കൺട്രോൾ പാനൽ സെർച്ച് ബാറിൽ വന്നിട്ട് കൺട്രോൾ പാനൽ എന്ന് സെർച്ച് ചെയ്യുക. ഈ കൺട്രോൾ പാനലിലൂടെ സെലക്ട് ചെയ്യുക. അൺഇൻസ്റ്റാൾ എ പ്രോഗ്രാം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സാപ്പിയൻസ് ചാറ്റ് പ്രോ എന്ന് പറഞ്ഞ ഫയൽ ഇവിടെ സെലക്ട് ചെയ്യുക. അതായത് ഇവിടെ സാപ്പിയൻസ് ചാറ്റ് പ്രോ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുക. യെസ് കൊടുക്കുക. സോഫ്റ്റ്വെയർ ഇവിടെ അൺഇൻസ്റ്റാൾ ആവുന്നുണ്ട്. എഗെയിൻ ഇവിടെ യെസ് കൊടുക്കുക. ഓക്കെ, നമ്മുടെ സോഫ്റ്റ്വെയർ ഇവിടെ പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ സോഫ്റ്റ്വെയർ അപ്ലോഡ് ചെയ്യുക. പുതിയ സോഫ്റ്റ്വെയർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഈ ലിങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഇത് ഒരു ഗൂഗിൾ ഡ്രൈവിന്റെ ലിങ്ക് ആണ്. ഇതൊന്ന് ലോഡായി ഡൗൺലോഡ് ആയാൽ നമുക്കൊരു 2 to 3 മിനിറ്റ്സ് എടുക്കും. ജസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രം മതി, ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡൗൺലോഡ് ആയിക്കോളും. അതിൽ ഡൗൺലോഡ് ആവും നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് എനിവേ കൊടുക്കുക. നമുക്ക് വേണ്ട ഫോൾഡറിലേക്ക് ഇത് സെലക്ട് ചെയ്യുക. നമുക്കിത് ഡൗൺലോഡ്സിലേക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ട് അഗെയിൻ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. മോർ ഇൻഫോ കൊടുക്കുക. റൺ എനിവേ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. എഗെയിൻ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ യെസ് കൊടുക്കുക. ക്ലോസ് കൊടുക്കുക. നമ്മുടെ സോഫ്റ്റ്വെയർ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഗൂഗിൾ ക്രോമിന്റെ ടാബ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, മിനിമൈസ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ആ ടാബ് മുഴുവനായിട്ട് അത് ക്ലോസ് ചെയ്യുക. സോഫ്റ്റ്വെയറിന്റെ ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. സോഫ്റ്റ്വെയർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഈ കോൺടാക്ട് നോട്ട് ഫൗണ്ട് ഇഷ്യൂസ് ഒക്കെ വരുന്നത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സെറ്റിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ബ്രൗസർ ബിൽറ്റ് ഇൻ ബ്രൗസർ ആണോ നോക്കുക. ഈ ബിൽറ്റ് ഇൻ ബ്രൗസർ അല്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, ഗൂഗിൾ ക്രോമിലേക്ക് മാറ്റുക. മാക്സിമം ഗൂഗിൾ ക്രോമിൽ തന്നെ അത് യൂസ് ചെയ്യുക. ഗൂഗിൾ ക്രോം ആക്കിയിട്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ക്രോം ഡ്രൈവർ കൊടുക്കുക. ഇതും ഒരു 2 സെക്കൻഡ് ലോഡ് ആയതിനു ശേഷം ഇവിടെ ഡൺ കാണിക്കും. ഡൺ ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ചെക്ക് ഫോർ ഇന്റേണൽ അപ്ഡേറ്റ് കൊടുക്കുക. എഗെയിൻ ഓക്കെ എടുക്കുക. ഇതിപ്പം നമ്മുടെ സോഫ്റ്റ്വെയറുടെ വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുണ്ട്. യൂസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.